എന്നെ വിവിധ സ്ഥലങ്ങളിലും വിവിധ സമയങ്ങളിലും ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദിവസനിധിയിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് അല്പസമയം നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നതായ പ്രഭാഷണത്തിൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് സമാധാനം ഉണ്ടാകേണ്ടത് എന്നുള്ളതായ തലക്കെട്ടാണ്. അതിനോടനുബന്ധിച്ച് നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാം, ചിന്തിക്കാം. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ദിവസനിധിയിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് സമാധാനത്തിൻ്റെ ചിഹ്നങ്ങളാണ് വെള്ളരിപ്രാവുകൾ എന്നൊക്കെ പറയും അല്ലേ. പ്രാവുകളൊക്കെ സമാധാനത്തിൻ്റെ ചിഹ്നങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു ചിഹ്നമാണ് ഒലിവില, സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ട് കാണുവാനായിട്ട് കഴിയും. അതൊക്കെ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പ്രാവുകളെ പറത്തുകയും അതുപോലെ തന്നെ ഒലിവില ചിഹ്നങ്ങളായിട്ടൊക്കെ കൊടുക്കുന്നതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ മറ്റൊരു നിലയിലാണ് ഇന്ന് നമ്മളൊക്കെ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നാം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശുക്രിസ്തു കൂടുതൽ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് സമാധാനം. തൻ്റെ വന്ദനത്തിൽ പറഞ്ഞിരിക്കുന്നതായ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത് നമ്മൾ വിശുദ്ധ ബൈബിളിൽ കാണുവാനായിട്ട് കഴിയുന്നു. ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പക്ഷേ ഇന്ന് ലോകത്തിന് സമാധാനം ഇല്ലാത്ത ഒരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അന്ത്യകാലത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം അത് നമുക്കറിയാം. പക്ഷേ രാജ്യങ്ങൾ തമ്മിൽ വലിയ രീതിയിൽ സമാധാനമില്ലാത്ത ഒരു സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിനകത്ത് സമാധാനം ഉണ്ടാകേണ്ടതുണ്ട്, മതങ്ങൾ തമ്മിൽ സമാധാനം ഉണ്ടാകേണ്ടതുണ്ട്. അതിലും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ് കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകണം. ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് ഓരോരുത്തരിലും അവൻ്റെ മനസ്സിൽ വലിയ സമാധാനം ഉണ്ടാകുവാനൊക്കെ ഇടയായിത്തീരും. ഇന്ന് സമാധാനം നഷ്ടപ്പെടുത്തുന്നതായ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റിലും കാണുവാനായിട്ടിടയായി. യുദ്ധങ്ങൾ, ഈ സമയത്ത് നടക്കുന്ന യുദ്ധങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യുദ്ധ ഭീഷണികളും യുദ്ധശ്രുതികളും നമുക്ക് നിരന്തരം കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ഈ അക്രമങ്ങളും കലാപങ്ങളും അതിനേക്കാൾ ഉപരി മതഭീകരത ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത നിലയിൽ മതങ്ങൾ തമ്മിൽ വലിയ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. മതങ്ങൾ തമ്മിൽ സമാധാനമില്ല. സമാധാനത്തിൻ്റെ വക്താക്കളായിരിക്കുന്ന മതങ്ങൾ തമ്മിൽ സമാധാനമില്ലാത്ത ഒരവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുക. ഭീകരവാദങ്ങൾ, ഏത് നിലയിലുള്ള മതങ്ങൾക്ക് വേണ്ടി ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തിച്ചേരുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നു പോകുമ്പോഴും സാധാരണക്കാരെ സംബന്ധിച്ച് കടക്കെണികൾ വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ കുടുംബത്തിനകത്ത് തലമുറകൾ മയക്കുമരുന്നിനോടുള്ള ബന്ധത്തിൽ ഭവനങ്ങളിലകത്ത് കുത്തഴിഞ്ഞ ഒരു ജീവിത മുഖാന്തരം കുടുംബങ്ങൾ വലിയ രീതിയിൽ തകർച്ചകൾ നേരിട്ടുകൊണ്ടിരിക്കുക. അവർ മാത്രമല്ല, നമ്മുടെ സ്വപ്നമായിരിക്കുന്ന, നമ്മുടെ എല്ലാ സന്തോഷമായി വളരെ പ്രതീക്ഷയോടെ നിൽക്കുന്ന തലമുറകൾ അവർ ഈ മയക്കുമരുന്നിനും മറ്റും ഉള്ള ആ രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കുടുംബങ്ങളിൽ സമാധാനമില്ല, എവിടെ നോക്കിയാലും സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം. അപ്പോൾ വിവിധമായ നിലയിൽ എവിടെ നോക്കിയാലും സമാധാനമില്ലാത്ത ഒരു നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി പ്രിയപ്പെട്ടവർ ഇതിനോടുള്ള ബന്ധത്തിൽ ഈ സമാധാനമില്ലാതെ, വ്യക്തിപരമായി സമാധാനമില്ലാതെ, രാജ്യത്തിനകത്ത് നമുക്ക് അറിയാം പോലീസിൻ്റെ പട്ടാളമുണ്ട്, പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത നിലയിൽ രാജ്യത്തിനകത്ത് പ്രശ്നങ്ങളാണ്, രാജ്യങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കച്ചവട കണ്ണോടെയും അതിൽ കീഴടക്കുന്ന ഒരു മനോഭാവത്തോടെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എവിടെയും സമാധാനമില്ലാത്ത നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഏറ്റവും മതങ്ങൾ തമ്മിൽ പോലും സമാധാനമില്ലാത്ത നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു മതത്തിൽ തന്നെ അതിനകത്ത് സഭാവിഭാഗങ്ങൾ തമ്മിൽ വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് സാധാരണക്കാരനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അത്രത്തോളം പ്രശ്ന സങ്കീർണമായ ഒരു വലിയ കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ആ രീതിയിൽ
അല്ലെങ്കിൽ മാനുഷികപരമായ രീതിയിലെ പല സംഘടനകൾ രാജ്യങ്ങൾ തമ്മിൽ വലിയ ലോകമഹായുദ്ധങ്ങളൊക്കെ നടന്നതിന് ശേഷം ഐക്യരാഷ്ട്രസഭ ഉണ്ടാകുന്നു, നാറ്റോ ഉണ്ടാകുന്നു. അങ്ങനെ ചെറുതും വലുതുമായിരിക്കുന്ന സംഘടനകൾ ഒത്തിരിയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മാനവജാതിയുടെ സമാധാനപരമായ ജീവിതത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ഒക്കെ ആഗ്രഹിച്ച് ഉണ്ടായിരിക്കുന്ന വലിയ സംഘടനകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മതസൗഹാർദ്ദങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വട്ടമേശ സമ്മേളനങ്ങൾ നമ്മൾ ഒത്തിരി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യുദ്ധങ്ങളും ബോംബും ഒക്കെ വർഷിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചാണല്ലോ നമുക്ക് ഒരു വ്യക്തിയാണല്ലോ, ഒരു മനസ്സാണല്ലോ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതായിരിക്കുന്ന സംഭവം. അതിലേക്ക് നമുക്ക് പോയിന്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടി ആണ് പല പ്രിയപ്പെട്ടവരും മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായി തീരുന്നു. അവസാനം അവരുടെ ജീവിതം വലിയ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ഒരു കമ്പിളിക്കെട്ടാണ് ഒഴുകി വരുന്നതെന്ന് വിചാരിച്ച് ആറ്റിലേക്ക് എടുത്തു ചാടിയ വ്യക്തി അതിനെ മുറുകെ പിടിച്ച് അതിനെ കരക്കി കയറ്റാൻ നോക്കിയപ്പോൾ അമ്മയെ കരക്കി കയറ്റുവാൻ പറ്റുന്നില്ല. പിന്നീട് ഇത് കമ്പിളിക്കെട്ടല്ലായിരുന്നു, അത് കരടിയായിരുന്നു. കരടി ഇവനെ വിടാതെ ഇവൻ്റെ ജീവനെ അപകടത്തിലാക്കുന്നതായ കാര്യം നമ്മൾ പല കഥകളിലും നമ്മൾ കേട്ടിട്ടുണ്ട്, പല ഉദാഹരണങ്ങൾ പറയുന്നതിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു രക്ഷയ്ക്ക് വേണ്ടി, ഒരു നന്മയ്ക്ക് വേണ്ടിയൊക്കെ എടുത്തു ചാടിയതാ, അതൊരു ഉപകാരമായി തീരുമെന്നൊക്കെ വിചാരിച്ച് ചെയ്തതാ. ഒരു അല്പം മദ്യം കഴിച്ചാൽ ഒരു സമാധാനം കിട്ടും, ഒരു അല്പസമയം ഒന്ന് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ വലിയ സമാധാനം കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഉപയോഗിച്ചവർ പിന്നീട് അതിന് അടിമകളായി തീർന്ന് അവരുടെ ജീവിതം അതിൽ നിന്നും മാറ്റം വരുത്തുവാൻ കഴിയാതെ അതിൽ കീഴമർന്നു പോയി തകർന്ന് തരിപ്പണമാകുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ മയക്കുമരുന്നും ലഹരിയും ഒരുവിൻ്റെ ഇന്നത്തെ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ അക്രമങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ, കൊലപാതകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, വിവാഹമോചനത്തിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ജയിലുകളിൽ നമ്മൾ കടന്നു ചെന്നാൽ, ആശുപത്രികളിൽ നമ്മൾ കടന്നു ചെന്നാൽ, കോടതികളിൽ കേൾക്കുന്ന കേസുകൾ നമ്മൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഏതൊക്കെ നിലകളിൽ ഓരോ കുടുംബങ്ങളിൽ ചെന്ന് കൗൺസിലിങ്ങിന് വരുന്നതായ കാര്യങ്ങളെ പഠിച്ചാൽ മനസ്സിലാക്കിയാൽ കാണുന്നത് ലഹരിക്ക് അടിമകളായി തീർന്ന വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ആ കുടുംബത്തിൽ നിന്ന് രക്ഷവരും? എങ്ങനെ ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം ലഭിക്കും? എങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് ഉയർന്നു വരുവാൻ കഴിയും? അങ്ങനെ ഈ മയക്കുമരുന്ന് മുഖാന്തരം കുത്തഴിഞ്ഞ ജീവിതവും, അതുപോലെ തന്നെ നമ്മുടെ ഭാവി തലമുറകൾ അവരുടെ പ്രശ്നങ്ങളും, പഠിക്കാൻ കഴിയാതെ, ജോലിക്ക് പോകാൻ കഴിയാതെ ഈ മയക്കുമരുന്ന് അവരെ എന്ത് ചെയ്തു? തകർത്ത് കളഞ്ഞിരിക്കുന്ന, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എവിടെയും ഇന്ന് സുലഭമായി ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിന് നടുവിൽ എങ്ങനെയാണ് ഇതിൽ നിന്നൊരു മാറ്റം വരുന്നത്? എങ്ങനെയാണ് ആ കുടുംബങ്ങൾക്ക്, ആ വ്യക്തികൾക്ക് ഒരു സമാധാനമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയുക? അനേകർ ആത്മഹത്യയിലേക്ക് കടക്കുകയാണ്. അനേക പ്രിയപ്പെട്ടവർ മാനസിക രോഗികളായി മാറിക്കൊണ്ടിരിക്കുക. ആത്മഹത്യകൾ നടക്കുന്നു. മാനസികമായി വലിയ പ്രയാസങ്ങൾ നേരിടുന്ന ഒത്തിരി പ്രിയപ്പെട്ട കേരളം അതിലൊക്കെ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുക. അപ്പോൾ സമാധാനമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ജനമായി ഈ കാലഘട്ടത്തിൽ അനവധി പേർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ മാറ്റം വരും? എങ്ങനെ ഒരു സമാധാനമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രഭാഷണത്തിൻ്റെ മുഖ്യ സന്ദേശം എന്ന് പറയുന്നത്. യേശുക്രിസ്തു ഇപ്രകാരം പറയുവാനിടയായി തീർന്നു. ഞാൻ ആദ്യമേ പറയുവാനിടയായി തീർന്നുവല്ലോ, തൻ്റെ വന്ദനം പറയുന്ന സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുവാനിടയായി തീർന്നു. യേശുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച് പറയുവാനിടയായി തീർന്നു. അവൻ അത്ഭുത മന്ത്രിയും വീരനാം ദൈവവും സമാധാനത്തിന്റെ പ്രഭുവും നിത്യപിതാവുമാകുന്നവൻ. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന അവൻ സമാധാനത്തിന്റെ പ്രഭു എന്നാണ്. പ്രഭുക്കന്മാർ എന്ന് പറയുന്നത് വലിയ ധനസമ്പാദ്യമുള്ളവരാണ്, ധനാഢ്യന്മാരാണ്, അവരെയാണ് പ്രഭുക്കന്മാർ എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ ഒത്തിരി സമ്പത്തുണ്ട്, അവർക്കത് നൽകുവാൻ കഴിയത്തക്ക നിലയിൽ അവർ സമ്പത്തുള്ളവരാണ്. അങ്ങനെയുള്ളവരാണ് പ്രഭുക്കന്മാർ എന്ന് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ സമാധാന പ്രഭു എന്നാണ്. അവന്റെ പക്കൽ ധാരാളമായി സമാധാനമുണ്ട്. യേശുക്രിസ്തു ഒരിക്കൽ ജെറുസലേം ദേവാലയത്തെ നോക്കി നഗരത്തിന് ഈ ജെറുസലേം നഗരത്തിന്റെ അടുക്കൽ വന്നപ്പോൾ ആ നഗരത്തെ നോക്കി കരയുവാനായിട്ട് ഇടയായി തീർന്നു. യേശുക്രിസ്തു കരഞ്ഞതായ സാഹചര്യങ്ങൾക്ക് വളരെ കുറവാണ്. അവിടെ യേശുക്രിസ്തു കരയുവാനിടയായി തീർന്നിട്ട് പറയുന്നതായ ഒരു കാര്യം ഇങ്ങനെയാണ്. എന്താണ്? യെരുശലേമിനെ നോക്കി ഇപ്രകാരം പറയുന്നത്, നിന്റെ സമാധാനത്തിനായുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ യെരുശലേമിനെ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യഹൂദന്മാർ ചിതറിക്കപ്പെട്ടതും തകർക്കപ്പെട്ടതും, ലക്ഷക്കണക്കിന് യഹൂദ ജനം കൊല്ലപ്പെടുന്നതായിരിക്കുന്ന ദാരുണമായ സംഭവങ്ങൾ ഇന്ത്യയിൽ ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ അവർ അനുഭവിക്കുവാനിടയായി തീർന്നു. അവർ വേട്ടയാടപ്പെടുവാനിടയായി. അപ്പോൾ അവിടെ ഈ യെരുശലേമിനെ നോക്കി, ജെറുസലേമിനെ നോക്കി യേശുക്രിസ്തു കരഞ്ഞിട്ട് പറഞ്ഞ കാര്യമാണ്, നിന്റെ സമാധാനത്തിനായുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു.
പിന്നെ പറയുന്നത് എങ്ങനെയാണ്? നിന്റെ സന്ദർശനകാലം നീ അറിഞ്ഞില്ലല്ലോ, നീ അറിയാതിരിപ്പാൻ നിന്നെ കണ്ണിന് മറഞ്ഞിരുന്നുവല്ലോ. അപ്പോൾ അവിടെ യേശുക്രിസ്തു പറഞ്ഞ കാര്യം, യേശുക്രിസ്തു വന്നത് യേശുക്രിസ്തുവിനെ യഹൂദജനം ഇസ്രായേല് അംഗീകരിക്കുകയോ കൈക്കൊള്ളുകയോ ചെയ്തില്ല. യേശുക്രിസ്തുവിനെ തള്ളിക്കളയുവാനിടയായി തീർന്നു. അവർക്ക് രക്ഷകനും കർത്താവുമായി അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവപുത്രനായിരിക്കുന്ന ദൈവമായവൻ യേശുക്രിസ്തുവിനെ അവർ അംഗീകരിച്ചില്ല, തള്ളിക്കളയുവാനിടയായി തീർന്നു, വിശ്വസിക്കുവാനിടയായില്ല. അവർക്ക് വരുന്ന വലിയൊരു നാശമാണ്. അത് കണ്ടുകൊണ്ടാണ് യേശുക്രിസ്തു കരയുവാനിടയായി തീർന്നത്. ഈ യേശുക്രിസ്തുവിനെ അവർ കൈക്കൊള്ളുമായിരുന്നുവെങ്കിൽ, അവർ അംഗീകരിച്ചിരുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ സമാധാനം ഉണ്ടാകുമായിരുന്നു എന്നാണ് യേശുക്രിസ്തു അവിടെ പറയാതെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുക്രിസ്തു പറഞ്ഞതായ ഈ വാക്യങ്ങൾ, ഈ തിരുവചനങ്ങൾ നമ്മൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നുവെങ്കിൽ, ഈ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നുവെങ്കിൽ, രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവീകമായ സമാധാനം ഉണ്ടാകുവാനായിട്ടിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ സമാധാനത്തിന്റെ ദൈവമെന്ന് പിന്നീട് പൗലോസ് അപ്പോസ്തലൻ എഴുതപ്പെടുവാനിടയായി. അപ്പോൾ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുക എന്നുള്ളതാണ് ഒരുവനിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് വേണ്ടതായ ഒറ്റ കാര്യം എന്ന് പറയുന്നത്. ഈ ലോകം തരുന്ന സമാധാനമല്ല, ഈ ലോകത്തിന്റെ സമാധാനം താൽക്കാലികമാണ്, അത് അല്പസമയത്തേക്ക് നിലനിൽക്കുകയുള്ളൂ. ദൈവത്തിന്റെ സമാധാനത്തിന്റെ പ്രത്യേകത അത് നിലനിൽക്കുന്നതാണ്. അത് ഏത് സാഹചര്യത്തിലും, സന്തോഷത്തിൻ്റെതായാലും ദുഃഖത്തിൻ്റെതായ ഏത് സാഹചര്യത്തിലും ഈ ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകുവാനായിട്ടിടയാണ്. ആ സമാധാനത്തോടെ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. അതാണ് ദൈവം നൽകുന്നതായ സമാധാനത്തിന്റെ പ്രത്യേകത. ഒത്തിരി ഉദാഹരണങ്ങളൊക്കെ നമുക്ക് പറയുവാനും നമ്മൾ കേൾക്കുവാനും ഇടയായിട്ടുണ്ട്. ദൈവത്തിന്റെ സമാധാനമുള്ളവർ അവരുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും നമുക്ക് പൗലോസ് അപ്പോസ്തലനെ നമുക്ക് കാണാൻ കഴിയും. അവൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പറയുന്നതായ ഒരു കാര്യങ്ങളുണ്ട്, നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിൻ. അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് പറയാം. അപ്പോൾ യേശുവിനെ കൈക്കൊള്ളുന്നവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തു പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുവാനായിട്ടിടയാണ്. യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുക, യേശുക്രിസ്തുവിനെ അംഗീകരിക്കുക, യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ രക്ഷകനായും അവനെ കർത്താവായും ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത് കൊണ്ട് അവൻ രക്ഷകനായും, നിത്യമായ നരകത്തിയിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിലേക്ക് നമ്മെ നടത്തുന്നത് കൊണ്ട് അവൻ രക്ഷകനായും ആയിരിക്കുമ്പോൾ, കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ അവൻ വാഴുന്നത് കൊണ്ട്, നമ്മുടെ ഹൃദയത്തിൽ അവൻ വസിച്ച് അവന്റെ ഹിതപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ കർത്താവായും, അങ്ങനെ യേശുവിനെ രക്ഷകനും കർത്താവുമായി എൻ്റെ ഹൃദയത്തിൽ വാഴണമേ എന്ന് അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ആത്മാവായി നമ്മിൽ വസിക്കുവാനിടയായിത്തീരും. അപ്പൊ ദൈവം വസിക്കണമെങ്കിൽ പാപമോചനം ആവശ്യമാണ്. കർത്താവിനോട് പാപങ്ങളെ ഏറ്റുപറയുകയും സകല മാനവജാതിയുടെയും സകല പാപങ്ങളും ഏറ്റെടുത്ത് അതിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയതുകൊണ്ട്, അവന്റെ മരണം നമ്മളുടെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുന്ന യാഗമായിരുന്നതുകൊണ്ടും, അത് വിശ്വസിച്ച് കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ആ നിമിഷം തന്നെ പാപക്ഷമ പ്രാപിച്ച് യേശുവിന്റെ രക്തമുഖാന്തരം ദൈവഭാഗ്യ വിശുദ്ധരായി തീരും. ഇങ്ങനെയുള്ളവരാണ് യേശുവെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ രക്ഷകനും കർത്താവുമായി വരണമെന്ന് പ്രാർത്ഥിക്കുവാനിടയാകേണ്ടത്. അവരുടെ ജീവിതത്തിലാണ് യേശുക്രിസ്തു പറഞ്ഞു, ആമേ സ്തോത്രം, ആ യെരൂശലേമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അവൻ കരയുവാനിടയായി തീർന്നു. ആമേ ഇവർ എന്ത് ചെയ്തില്ല? അവർ അംഗീകരിക്കുവാൻ, യേശുവിനെ അംഗീകരിക്കുവാൻ അവർ ഇടയായില്ല. അവർ അവനെ സ്വീകരിപ്പാനിടയായില്ല. അവരവനെ കൈക്കൊള്ളുവാൻ തയ്യാറായില്ല. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പാപമോചനം പ്രാപിച്ച് യേശുവിനെ കർത്താവും രക്ഷകനുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് കർത്താവെ വരണമെന്ന് പറയുമ്പോൾ യേശു മാത്രം പറയുവാനിടയായി തീർന്നു. ആ ദൈവം ആത്മാവാകുന്ന ദൈവം യേശുവെ എൻ്റെ ഹൃദയത്തിൽ വരണമെന്ന് പറയുമ്പോൾ ദൈവം ആത്മാവായി നമ്മിൽ വസിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവിന്റെ ഫലമോ, അതായത് ദൈവം ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയമുള്ളവരായി തീരുവാനിടയാണ്. അപ്പോ യേശുക്രിസ്തു ഹൃദയത്തിൽ വീഴുമ്പോൾ ദൈവത്തെയും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു ഹൃദയത്തിന് ഉടമകളായി തീരും. അവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് കൽപ്പനകളെ അനുസരിപ്പാനായിട്ട് ഇടയായി തീരുന്നത്. അപ്പൊ ഇപ്രകാരം യേശുവിനെ സ്വീകരിപ്പാൻ, ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിപ്പാൻ ഇടയായവർ കൽപ്പനകളെ അനുസരിക്കുന്നു. കാരണം അവർ സ്നേഹത്തിന്റെ ഒരു തലത്തിലേക്ക് അവർക്ക് ഉയർന്നു വരുവാനായിട്ട് ഇടയാകും. അപ്പൊ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്ന ഒന്ന് സ്നേഹമാണ്. സ്നേഹിക്കുവാനുള്ള ഒരു ഹൃദയന്റെ ജീവിതത്തിൽ ദൈവത്താൽ സംഭവിക്കുക. ഈ സ്നേഹമുള്ളിടത്ത് രണ്ടാമത് പറയുന്നത് സമാധാനം. അപ്പൊ നാം ശ്രദ്ധിപ്പാനിടയാകണം, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ദൈവത്തെയും മനുഷ്യരെയും കർത്താവിന്റെ കൽപ്പനകളെയും അനുസരിക്കുവാൻ കഴിയുന്നുണ്ടോ?
ആമേൻ. അപ്പോ ആമേൻ ദൈവ ആത്മാവിന്റെ ഫലമായിരിക്കുന്ന ആ സ്നേഹത്തിന്റെ തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരും. അത് നാം ശ്രദ്ധിക്കണം. ദൈവത്തെയും മനുഷ്യരെയും കൽപ്പനകളെയും അനുസരിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിപ്പാനായിട്ട് ഇടയായിത്തീരണം. ആ സ്നേഹമുണ്ട് എങ്കിൽ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ സമാധാനമാണ് ദൈവം നൽകി തരുന്നത്. രണ്ട് നിലയിലുള്ള സമാധാനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഒന്ന്, പാപക്ഷമ പ്രാപിച്ച് ദൈവമുമ്പാകെ വിശുദ്ധരായി തീരുമ്പോൾ പാപം സംബന്ധിച്ച് നിത്യമായ ഒരു ശിക്ഷാവിധിയോ ശാപമോ ഇല്ലാത്തത് കൊണ്ട് ദൈവത്തോട് വലിയ സമാധാനം ഉണ്ടാകുന്നു. പാപം വരുമ്പോൾ നാം ദൈവത്തോട് അകന്നവരായി തീരുന്നു. പാപത്തിന്റെ ശിക്ഷയും ശാപത്തെ കുറിച്ച് നമ്മൾ വലിയ രീതിയിൽ വലിയ പ്രയാസം നേരിടുന്നു. എന്ന് പാപക്ഷമ പ്രാപിച്ച് കർത്താവിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ച് വിശുദ്ധരായി തീരുമ്പോൾ ദൈവത്തിനോട് വലിയ സമാധാനം ഉണ്ടാകുവാനിടയായിത്തീരും. പിന്നെ അന്ധകാര ശക്തികളാണ്. അന്ധകാര ശക്തികളെ ആക്രമിക്കുകയും കീഴാക്കുകയും വിവിധമായ നിലകളിലൊക്കെ ചെയ്യുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഒന്നിനെ ഭയപ്പെടുകയില്ല. ദൈവത്തിന്റെ ആത്മാവ് സകലത്തെയും നിയന്ത്രിക്കും. ദൈവം ജയിക്കുന്ന ദൈവമാണ്. ജയം തരുന്ന ജയിച്ച ദൈവം നമ്മുടെ കൂടെയുണ്ട്. എല്ലാ അന്ധകാര ശക്തികളുടെ മീതെ ദൈവമുണ്ട്. ആ ദൈവമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അന്ധകാര ശക്തികളും പദ്ധതികളും ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിറവേറില്ല. മൂന്നാമത്തേതായ ഒരു കാര്യം കൂടി എന്ന് പറയുന്നത്, മറ്റുള്ളവരുമായി സമാധാനത്തിൽ ഇടപെടുവാനായിട്ട് നമുക്ക് കഴിയും. ഞാൻ പറഞ്ഞു വന്നതായ കാര്യം ഞാൻ ചുരുക്കുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ വലിയ പ്രയാസത്തിലൂടെ വലിയ സമാധാനമില്ലാതെ ഒത്തിരി പ്രിയപ്പെട്ടവർ മയക്കുമരുന്നിനും മറ്റു നിലകളിലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ, ഉറക്കം നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നവരെ, മാനസികമായ വലിയ പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എങ്ങനെ എൻ്റെ ജീവിതം നിലനിൽക്കുവാനായിട്ടിടയാകും? വലിയ കൊടുങ്കാറ്റിന്റെ നടുവിൽ വലിയ ഒരു ചെറിയ ബോട്ടിൽ യാത്ര ചെയ്യുന്നത് പോലെ മരണം മാത്രം മുന്നിൽ നിൽക്കുന്ന സാഹചര്യങ്ങൾ. അങ്ങനെ ഏതൊക്കെ നിലകളിലാണോ സമാധാനം നഷ്ടപ്പെടുന്നത്, അതിനൊക്കെയും ഒരു പരിഹാരം വരുത്തുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ഒരു കാര്യമുണ്ട്. ഒരു ദൈവം നമ്മുടെ ഹൃദയത്തിൽ വഴുവാനായിട്ട് ഇടയായിത്തീരും. ഈ സർവശക്തിയുള്ള ദൈവം, ഈ മഹാദൈവം നമ്മുടെ ഉള്ളത്തിൽ വസിക്കുവാൻ ഇടയായിത്തീരുന്ന ദൈവത്തോട്, മനുഷ്യരോട് പാപം സംബന്ധിച്ച എല്ലാം വലിയ സമാധാനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയാണ്. ഞാൻ നേരത്തെ പറയുവാനിടയായി തീർന്നു. അവിടെ പറഞ്ഞു വന്ന സാഹചര്യം, പൗലോസിന്റെ ജീവിതത്തിൽ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഈ സമാധാനത്തിന് ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നതിനെ കുറിച്ച് അവിടെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യത്തിൽ പറയുന്നുണ്ട്. ഈ സമാധാനത്തിന് ദൈവം നമ്മോട് കൂടെ ഇരിക്കാൻ 4 കൂട്ട കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഏക ചിന്തയുള്ളവരായിരിക്കും, അതായത് ഐക്യതയോടെ ജീവിപ്പാനിടയായിത്തീരണം. കുടുംബത്തിനകത്ത് മറ്റു നിലകളിലൊക്കെ സ്നേഹത്തിൽ ഐക്യതയിൽ മുന്നോട്ട് പോകും. കർത്താവിൽ ഐക്യതയോടെ ഉള്ളവരായിത്തീരണം. കർത്താവിൽ ഏക ചിന്തയുള്ളവരായിത്തീരണം. കർത്താവിലാണ്, അല്ലാതെ ഈ ലോകപരമായ നിലകളിലുള്ള ഐക്യതയല്ല വേണ്ടത്. കർത്താവിൽ ഏക ചിന്തയുള്ളവരായിത്തീരണം. രണ്ടാമത് പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. കർത്താവിൽ ചെയ്യേണ്ട രണ്ടാമത്തേതായ കാര്യം, ഈ ലോകത്തിന്റെ ഒത്തിരി സന്തോഷമുണ്ട്. മദ്യം കഴിച്ചാൽ, സിനിമ കണ്ടാൽ, മയക്കുമരുന്ന് അടിച്ചാൽ ചില സമയം അല്പസമയത്തേക്ക് ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷമല്ല, കർത്താവിൽ ഉള്ള എപ്പോഴും ഒരു സന്തോഷം. അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം എല്ലാ ദൈവമക്കൾ അനുഭവിക്കേണ്ടത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നവരായിത്തീരണം. മൂന്നാമത്തെ കാര്യം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. സമാധാനത്തിന് ദൈവം ഉണ്ടാകുന്ന ഒരു അനുഭവത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. മൂന്നാമത്തേത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ടെൻഷൻ അടിക്കരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുക. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ കാക്കുവാനായിട്ടിടയായി. പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തെ കാക്കുവാനായിട്ടിടയായി. വിചാരപ്പെടേണ്ട കാര്യങ്ങളല്ലേ ഹൃദയത്തെ കാക്കും. ഞാൻ എൻ്റെ വാക്കുകളോടെ നിർത്തുകയാണ്. പിന്നെ അവസാനം പറയുന്നത്, സത്യമായത്, ഘനമായത്, രമ്യമായത്, സൽകീർത്തിയായത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ശുഭമായ നിലകളിൽ ചിന്തിക്കുന്നവരായി തീരണം. സമാധാനത്തിന്റെ ദൈവം കൂടെ ഇരിക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കുവാനിടയായി തീരും. ഏകദേശം 5 കൂട്ട കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 1 മുതൽ വായിച്ചു കഴിഞ്ഞാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് പറയുമ്പോൾ ഈ 5 കൂട്ട കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുവാനിടയായി തീരണം. ഈ സമാധാനത്തിന്റെ ദൈവം നമ്മുടെ ഉള്ളിൽ വന്നാൽ ഏത് സാഹചര്യത്തിലും നമുക്ക് സമാധാനത്തിൽ നിലനിൽക്കുവാൻ കഴിയും. ഈ സമാധാനത്തിന്റെ ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിൽ ഏക ചിന്തയുള്ളവരായി, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നവരായി, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാത്തവരായി, പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്വത്രം ദൈവത്തോടെ അറിയിക്കുമ്പോൾ ഹൃദയത്തെ എന്ത് ചെയ്യും? ദൈവം കാക്കുവാനിടയായി തീരും. അവിടെ സമാധാനക്കേടല്ല, സമാധാനം ഉളവായി വരുവാനിടയാകും. പിന്നെ ചിന്തിക്കുവാനിടയായി തീരണം. സത്യമായത്, ഘനമായത്, രമ്യമായത്, സൽകീർത്തിയായത്, ഗുണകരമായത്, പുകഴ്ചയായത് ഒക്കെ ചിന്തിക്കുവാനായിട്ടിടയായി തീരും.
വെല്ലോണം ജീവിച്ചാൽ പറ്റില്ല, വെല്ലോണം ചിന്തിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്പസമയം മുൻപോട്ട് പോകുവാനിടയായി തീർന്നു. നിങ്ങൾ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഏത് വിഷയങ്ങളാണോ നിങ്ങൾക്ക് ഭാരപ്പെടുന്നത് അത് ഒന്നാമത്തേത്, യേശുവേ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്നും കർത്താവേ എൻ്റെ ഹൃദയത്തിൽ വാഴണമെന്നും അവിടുത്തെ കൽപ്പനകൾ അനുസരിപ്പാൻ കൃപ നൽകണമെന്നും പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ. രണ്ടാമത്തേത്, നമ്മൾ ഈ അവസാനം പറഞ്ഞ ഈ സമാധാനത്തെ കൂടിയിരിക്കുമ്പോൾ ചെയ്യേണ്ടത് കർത്താവിൽ ഏക ചിന്തയുള്ളവരായി എന്ന് പറയുന്നതായ 5 കൂട്ട കാര്യങ്ങളുണ്ട്. ഞാനത് ആവർത്തിച്ച് പറയുന്നില്ല. ഈ കേട്ട വചനം മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഏത് വിഷയമാണ്, ആ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു പ്രവൃത്തി ഉണ്ടാകുവാൻ ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം ഓരോരുത്തരുടെ ജീവിതത്തിൽ ആത്മീക മുന്നേറ്റത്തിന് കാരണമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എന്ന് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.